കോഴിക്കോട് തൃശൂർ ദേശീയപാത നിർമ്മാണത്തിനിടെ കണ്ടെത്തിയ ഗുഹ സംബന്ധിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിക്കുന്നു. ഫലസ്തീൻ പ്രതിരോധ സംഘടന ഹമാസിന്റെ ടണലാണിതെന്ന് പ്രചരണം പോലും നടക്കുന്നുണ്ട്. ദേശീയപാതയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തുള്ള ഈ സ്ഥലത്താണ് വലിയ തുരങ്കം കണ്ടെത്തിയത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ തുരങ്കം പൂർണ്ണമായി മൂടുകയും പണി പുരോഗമിക്കുകയും ചെയ്യുന്നു. സാധാരണയായി കല്ലുവെട്ട് മണ്ണിൽ ചെങ്കൽ പ്രദേശങ്ങളിൽ കാണുന്ന സ്വാഭാവികമായ വിടവിനെയാണ് ഹമാസിന്റെ തുരങ്കവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ദേശീയപാതയുടെ പണിക്കിടയിലാണ് വലിയ ഗുഹ കണ്ടത്. മഹാശിലായുഗകാലത്തെ മനുഷ്യർ താമസിച്ച ഗുഹയാണെന്ന സംശയം ചിലർ പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം അധ്യാപകരും ഗവേഷക വിദ്യാർത്ഥികളും പരിശോധിച്ചു. മനുഷ്യനിർമ്മിത ഗുഹയുടെ യാതൊരു ലക്ഷണങ്ങളും കണ്ടെത്തിയില്ല. ഇത് ചെങ്കല്ലാണ്, ലാറ്ററൈറ്റ് ഫോർമേഷൻസ് ആണ്. അപ്പോൾ ഈ ലാറ്ററൈറ്റ് ഫോർമേഷൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ പുറം ഭാഗം നല്ല ഹാർഡായിരിക്കും, പക്ഷെ അതിന്റെ അടിയിലേക്ക് പോകുന്തോറും അത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് കാണപ്പെടുക. പുറത്തുനിന്ന് അടിയിലേക്ക് വെള്ളം ഊറി പോകുമ്പം ഇതുപോലെയുള്ള വലിയ പൊള്ളകൾ, കേവ്സ് രൂപപ്പെടാറുണ്ട്, ക്യാവിറ്റി. അപ്പം അത്തരത്തിലുള്ള ഒരു നാച്ചുറൽ കേവ് ആണ് അവിടെ കണ്ടത്. ചെങ്കൽ പ്രദേശങ്ങൾക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഗുഹയായതിനാൽ ഇത് മൂടി ദേശീയപാത നിർമ്മാണം തുടർന്നു. എന്നാൽ ഹമാസിന്റെ തുരങ്കമായി സാമ്യതയുണ്ടെന്ന പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു സ്വാഭാവിക ഗുഹ കണ്ടതിനെ വിദ്വേഷത്തിനായി ഉപയോഗിക്കുന്നത് തടയാൻ അധികൃതരും നടപടി സ്വീകരിച്ചിട്ടില്ല. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.